ഹായ് ഗായ്സ്, ഇറ്റ്സ് മീ ശ്രീജ ഫ്രം എമ സൊല്യൂഷൻ. ഇനി എന്തിനോ വേറെ സൊല്യൂഷൻ. മക്കളെ, സാറ് വളരെ ഹാപ്പി ആണല്ലോ അല്ലേ? എന്താ സംഭവം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ എസ് പ്രെഡിക്റ്റ് ചെയ്യാൻ പോവാണ്. ഇതിന് മുമ്പ് എനിക്കൊരു കാര്യം പറയാറുണ്ട്. എന്താ അറിയോ, ഇന്നലെ ഈ വിരിയാനായിട്ട് ഒരുപാട് ആൾക്കാർ വാട്സപ്പിലും ഇൻസ്റ്റാഗ്രാമിലൊക്കെ മെസ്സേജ് അയച്ചു, സാറേ പ്രഡിക്ഷൻ പറയും. എന്താണ് പ്രഡിക്ഷൻ പറയുന്നത്, ഇത്ര വലിയത് എടുക്കുന്നത് ചോദിച്ചപ്പോൾ ഒരുത്തന്നോട് പറയാം, സാറേ പ്രഡിക്ഷൻ കിട്ടി കഴിഞ്ഞാൽ കറക്റ്റായിട്ട്, അതായത് എസ് പ്രഡിക്റ്റ് ചെയ്ത് അത് കറക്റ്റായിട്ട് വന്ന A+ ഉറപ്പിക്കുക. എസ് ഞങ്ങൾക്ക് എഴുതാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ ഉറപ്പാ A+ പോകും. അപ്പോൾ സാറ് എക്സേ ക്വസ്റ്റ്യൻ സാറിന് അറിയുന്നൊരു ക്വസ്റ്റ്യൻസ് ഒന്ന് പ്രെഡിക്റ്റ് ചെയ്യണം. അപ്പോൾ സാർ എന്ത് ചെയ്ത് തരാം അറിയോ, അത് പ്രെഡിക്റ്റ് ചെയ്ത് തരാം. ഏത് രീതിയിലാണ് സാർ പ്രെഡിക്റ്റ് ചെയ്യാൻ പോകുന്നതെന്ന് നോക്കിക്കോ. നമ്മളെ എക്സാമുകളൊക്കെ കുറേ കഴിഞ്ഞു, അത് അനലൈസ് ചെയ്തു. അതേപോലെ നമുക്ക് ഗവൺമെൻറ് ഒരു 3 സെറ്റ് ക്വസ്റ്റ്യൻ പേപ്പർ തന്നിട്ടുണ്ട്. സെറ്റ് എ, സെറ്റ് ബി, സെറ്റ് സി. അതിലടാ സെറ്റ് എ എന്ന് വന്ന ക്വസ്റ്റ്യൻ, എസ് എ ക്വസ്റ്റ്യൻസ് എന്ന് പറഞ്ഞാൽ 2 എണ്ണമാണ്. ഒന്ന് ക്വിറ്റ് ഇന്ത്യ സമരം, അതേപോലെ തന്നെ റിനൈസൻസ്, നവോത്ഥാനവുമായി ബന്ധിപ്പിച്ചുള്ള ഒരു ആകത്തുകയിലുള്ള ഒരു ചോദ്യം ഉണ്ടായിരുന്നു. ഈ 2 ക്വസ്റ്റ്യനാണ് സെറ്റ് എ എന്ന് വന്നിട്ടുള്ളത്. ഇപ്പോൾ നോക്കി, ക്വിറ്റ് ഇന്ത്യ എന്ന് പറഞ്ഞാൽ 6ാമത്തെ ചാപ്റ്ററാണ്, റിനൈസൻസ് പറഞ്ഞാൽ 1ാമത്തെ ചാപ്റ്ററാണ്. ഇനി സെറ്റ് ബി നോക്കി, സെറ്റ് ബി റിനൈസൻസ് പെയിന്റിംഗ് ആണ്, നവോത്ഥാന കാലഘട്ടത്തിലെ ചിത്രകലല്ലേ അതും, അതേപോലെ തന്നെ സിവിൽ നിയമലംഘനം. ഇതിൽ സെറ്റ് ബിയിൽ ചോദിച്ചിട്ടുള്ള ഈ റിനൈസൻസ് പെയിന്റിംഗ് ആണ് ഇപ്പോൾ നമ്മളെ മോഡൽ എക്സാമിന് ചോദിച്ചിട്ടുണ്ടായിരുന്നത്. അതേപോലെ തന്നെ സിവിൽ അല്ലേ 6ാമത്തെ ചാപ്റ്ററാണ്, അതും നമ്മളെ മോഡലിന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ 1ാമത്തെ ചാപ്റ്ററിനും 6ാമത്തെ ചാപ്റ്ററിനാണ് ചോദ്യം വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റുന്ന ഒരു സാധനം ഉണ്ട്, എസ് എ വരികയാണെങ്കിൽ 98% അത് എത്രാമത്തെ ചാപ്റ്ററിനായിരിക്കും, 1ാമത്തെ ചാപ്റ്ററിനും 6ാമത്തെ ചാപ്റ്ററിനും ആയിരിക്കും എന്നുള്ളൊരു സാധനം നമുക്ക് കിട്ടി ഇല്ലേ. നമ്മൾ സെറ്റ് സിക്ക് കടക്കുമ്പോൾ നമുക്ക് അവിടെ എന്തോ ഒരു സാധനം വരും കേട്ടോ. സെറ്റ് സിയിലൊക്കെ നോൺ കോപ്പറേഷൻ മൂവ്മെന്റും ഫസ്റ്റ് വേൾഡ് വാറും എസ് ആയിട്ട് ചോദിക്കും എന്ന് പറയുന്നത് അല്ലേ. അതായത് നിസ്സാര സമരവും 1ാം ലോക യുദ്ധം. ഇതിൽ നോൺ കോപ്പറേഷൻ ക്രിസ്മസ് എക്സാമിന് ചോദിച്ചതാണ്. നോക്കണേ അത് 6ാമത്തെ ചാപ്റ്ററാണ് അല്ലേ. ഇനി ഫസ്റ്റ് വേൾഡ് വാർ ഒരു തവണ ചോദിച്ചിട്ടുണ്ട്, ബട്ട് അത് 1ാം ലോക യുദ്ധത്തെ കുറിച്ച്. പക്ഷെ അത് 4ാമത്തെ ചാപ്റ്ററിനാണ്. പക്ഷെ 4ാമത്തെ ചാപ്റ്ററിന്റെ ടോട്ടൽ വെയിറ്റേജ് എടുത്ത് നോക്കുമ്പോൾ 5 മാർക്കിന്റെ ഒരു ക്വസ്റ്റ്യൻ 4ാമത്തെ ചാപ്റ്ററിൽ നിന്ന് ഇപ്പോൾ കാണുന്നില്ല നമ്മൾ. അപ്പോൾ നമുക്ക് 4ാമത്തെ ചാപ്റ്ററിൽ ഈ ഒരു ചോദ്യം വരും എന്നുള്ളത് നമുക്ക് എന്താണ്, അത് 100 അതായത് 100% വെച്ച് നോക്കുകയാണെങ്കിൽ ഒരു 50 അത്ര മാത്രമേ നമുക്ക് കൊടുക്കാൻ കഴിയുള്ളൂ. ബാക്കിയുള്ളതിനൊക്കെ നമ്മൾ 100% കൊടുക്കാൻ പറ്റും. അപ്പോൾ ഇത് വെച്ചിട്ട് സാർ എങ്ങനെ പ്രെഡിക്റ്റ് ചെയ്യുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, സാർ ഇന്നൊരു സാധനം കണ്ടത് ക്രിസ്മസ് എക്സാം പല സബ്ജക്റ്റിലും ക്രിസ്മസ് എക്സാമിന് ചോദിച്ച അതേ ചോദ്യമാണ് പബ്ലിക്കിന് ചോദിച്ചിട്ടുള്ളത് എസ് ആയിട്ട്. അപ്പോൾ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, നോൺ കോപ്പറേഷൻ മൂവ്മെന്റ് നിസ്സഹകരണ സമരം എത്രാമത്തെ ചാപ്റ്ററാ, 6ാമത്തെ ചാപ്റ്റർ. 6ാമത്തെ ചാപ്റ്ററിന് നിസ്സഹകരണ സമരം ആയിരിക്കും എന്തായാലും എക്സാമിന് എന്ത് ചെയ്യുക, ഒരു എസ് ആയിട്ട് ചോദിക്കാൻ സാധ്യത ഉണ്ടായിരിക്കുക. കിട്ടിയോ? ഇനി നിസ്സഹകരണ 6ാമത്തെ ചാപ്റ്ററിന് ചോദിച്ചിട്ടില്ലെങ്കിൽ നമ്മൾ ആ സെറ്റ് എ, സെറ്റ് ബി, സെറ്റ് സിയിൽ ക്വിറ്റ് ഇന്ത്യ ഉണ്ടല്ലോ, അത് ഇതുവരെ ചോദിച്ചിട്ടില്ല. അപ്പോൾ ചിലപ്പോൾ എന്ത് ചോദിക്കാൻ സാധ്യത ഉണ്ട് മക്കളെ, ക്വിറ്റ് ഇന്ത്യ മൂവ്മെന്റ് ചോദിക്കാൻ സാധ്യത ഉണ്ട്. ഈ 2 കാര്യം എന്ത് ചെയ്യുക, എൻ്റെ മക്കൾ കറക്റ്റായിട്ട് മനസ്സിലാക്കുക. ഇനി ഫസ്റ്റ് ചാപ്റ്റർ എന്നാണെങ്കിൽ അധികം സാറിന്റെ മനസ്സ് പറയുന്നത് അത് റിനൈസൻസുമായി നവോത്ഥാനവുമായി ബന്ധപ്പെട്ട ചോദ്യം തന്നെ ആയിരിക്കും. ഒന്നില്ലെങ്കിൽ ചിത്രകല അല്ലെങ്കിൽ ലിറ്ററേച്ചർ, അതുമായി വന്ന അല്ലെങ്കിൽ 2 കമ്പാരിസൺ ചോദിച്ചിട്ടും ചോദിക്കാൻ സാധ്യതയുണ്ട്. ഇത് 2 എന്ത് ചെയ്യണം, എൻ്റെ മക്കൾ പഠിക്കണം. കിട്ടിയോ? ഇനി ഞാൻ ഇവിടെ തന്നെ ഒരു സാധനം ഇട്ടുതരാം, റിഫോർമേഷനും കൗണ്ടർ റിഫോർമേഷൻ ഉണ്ടല്ലോ, മതനവീകരണം പ്രതിമത നവീകരണം. അതിൻ്റെ മനസ്സ് പറയുന്ന ഒരു സാധനം കേട്ടോ. അത് നിങ്ങൾ എന്ത് ചെയ്യുക, ജസ്റ്റ് നിങ്ങൾക്ക് ഒരു ഇതുണ്ടെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം, നിങ്ങൾ പഠിക്കണം. കിട്ടിയോ? അപ്പോൾ ഈ കാര്യങ്ങളാണ് പറയാനുള്ളത്. ഇനി ഈ ഒരു സാധനം ഉണ്ടല്ലോ, സെറ്റ് സിയിലെ ഫസ്റ്റ് വേൾഡ് വാർ വരാൻ സാധ്യതയൊന്നും ഇല്ല. ഇനി ഞാനിങ്ങോട്ട് ഇതൊക്കെ ഇട്ടിട്ട് ഇവിടെ ഒരു സാധനം വരിക, നമ്മൾ കരുതിയ പോലെയല്ല എക്സാം നടക്കുന്ന കുട്ടിക്കോളി. എക്സാം കുറച്ച് ടഫായിട്ടാണ് വരുന്നത് കുട്ടിക്കോളി. അപ്പോൾ SDK സാർ എന്ത് കൊടുക്കും അറിയോ, ഫസ്റ്റ് വേൾഡ് വാറിന് ഒരു പ്രിഫറൻസ് കൊടുക്കും. കാരണം ചില ഇതിലൊക്കെ +1ലും +2ലൊക്കെ ഇപ്പോൾ മറ്റേ എന്താ പറയുക വെയിറ്റേജ് മാറിയാണ്ടൊക്കെ ചോദ്യം വന്നിട്ടുണ്ട്. അപ്പോൾ ആ രീതിയിലൊക്കെ ഒരു മണാഗുണാഞ്ചൽ ക്വസ്റ്റ്യൻ പേപ്പറാണ്, ടഫ് ക്വസ്റ്റ്യൻ പേപ്പറാണ് ഇതുണ്ടെങ്കിൽ എഴുതി വെച്ചോ, 1ാം ലോക യുദ്ധം എസ് എ വരാൻ സാധ്യതയുണ്ട്. ഇതാണ് സാറിൻ്റെ പ്രഡിക്ഷൻ. നിങ്ങൾ കൂടുതൽ ഫോക്കസ് ചെയ്യേണ്ടത് നോൺ കോപ്പറേഷനും ക്വിറ്റ് ഇന്ത്യയിലാണ് ഫോക്കസ് ചെയ്യേണ്ടത്. അതേപോലെ തന്നെ ഒന്നെന്നാണെങ്കിൽ അത് നവോത്ഥാനവുമായി ബന്ധപ്പെട്ടാണ്. എന്തായാലും നിങ്ങളെല്ലാവരും പഠിക്കുക. കൂടുതൽ കാര്യങ്ങൾ അറിയാൻ നിങ്ങൾ ഇന്ന് ലൈവിൽ വന്നോ, ഇന്ന് നാളേക്ക് ലൈവ് ഉണ്ടോ, സാർ അത് സെറ്റ് ചെയ്ത് തരാൻ പോവാണ്. അടിച്ച് പൊളിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യണം, പഠിക്കും എല്ലാവരും കേട്ടോ.